എൻ ശ്രീകുമാർ, ഇതിൽ എന്ത് മാതൃകയ്ക്കാണ് കോൺഗ്രസ് കാത്തിരിക്കുന്നത്? ഒരുപക്ഷെ ആദ്യത്തെ ദിവസമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടായേക്കും, അല്ലാതെ മുന്നോട്ട് പോകാനാകില്ലല്ലോ. കാരണം കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇത്രയും വ്യക്തമായ തെളിവുകളോടുകൂടി ഇതിനു മുൻപ് ഒരു ജനപ്രതിനിധിയുടെ കാര്യം നമ്മുടെ മുമ്പിലേക്ക് ഇത്ര ഭീകരമായ അവസ്ഥയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ നടപടി കോൺഗ്രസ് എടുക്കും. കോൺഗ്രസ് ആണല്ലോ ഞങ്ങൾ വ്യത്യസ്തമായി കാര്യങ്ങൾ സമരം ചെയ്യുക മാത്രമല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വേറെ രീതിയിൽ അത് പ്രതികരിച്ച് കാണിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതുണ്ടാകും എന്നൊക്കെ കരുതിയെടുത്താണ് ഇന്ന് വി ഡി സതീശന് ഒന്ന് വർത്തമാനം പറയാനെങ്കിലും പറ്റി. പക്ഷേ അദ്ദേഹവും ഈ രാത്രി അവസാനിക്കുമ്പോൾ എന്ത് നടപടി ഇവിടെ എടുപ്പിച്ചു ഈ പാർട്ടിയിൽ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ടാകുന്നത്. എന്താണ് സാർ കോൺഗ്രസ് ഇനി എന്താണ് കാത്തിരിക്കുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിക്കാൻ അദ്ദേഹം സ്വയം ഇനി മാനസാന്തരം ഉണ്ടായി രാജിവെച്ചൊഴിയുന്നത് വരെ എല്ലാവരും പടിക്ക് പുറത്ത് കാത്തു നിൽക്കുകയാണോ? ഒരു നടപടിയെടുക്കാൻ ചങ്കൂറ്റമില്ലാത്ത ആളുകളാണോ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളത്? നോക്കൂ ഡോക്ടർ ലാൽ, കോൺഗ്രസ് എടുക്കുന്ന നടപടിയുടെ അയലത്ത് പോകാൻ കോൺഗ്രസിനെ എതിർക്കുന്ന പാർട്ടികൾക്ക് കഴിയില്ലെന്ന് വ്യക്തമായ ഒരു സംസ്ഥാനത്തെ ഒരു പാർട്ടിയുടെ ചാനലിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ എൻ്റെ അടുത്ത സ്നേഹിതൻ ഡോക്ടർ സരിൻ ഇതിൽ പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയണം, നേതാക്കൾ ഉത്തരം പറയണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ CPM MLA-മാർക്കെതിരെ ഉയർന്ന ആരോപണത്തിന് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഉത്തരവാദികളാകുമോ എന്നുകൂടി ഒരു ചോദ്യം ഉയരും. ആ ചോദ്യത്തിനും കൂടെ ഉത്തരം കണ്ടെത്തേണ്ടി വരും. ഇതുപോലൊരു തെറ്റുണ്ടോ? കാര്യം ഇതുപോലൊരു തെറ്റ് താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാമോ എൻ ശ്രീകുമാർ? താങ്കൾ ഇങ്ങനെ കുറച്ച് ഈ നാട്ടിലെ സ്ത്രീകളെ കാണരുത്, അങ്ങനെ കാണുന്ന മനുഷ്യനല്ല താങ്കളെന്ന് എനിക്ക് അറിയാം. ഈ നാട്ടിലെ ഒരു സ്ത്രീയെ, അങ്ങയുടെ മകളെ അല്ലെങ്കിൽ എൻ്റെ സഹോദരിയെ ഒക്കെ ഒന്ന് ഓർക്കൂ. നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ മക്കളെ ഒക്കെ നമ്മൾ ഈ രീതിയിൽ ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധി അവരെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കി, ഇല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും, സെക്കൻഡുകൾ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എൻ ശ്രീകുമാർ? അല്ല, ഇതിപ്പോഴല്ല, ഞാനിത് CPM ചില MLA-മാർക്കെതിരെ വന്നപ്പോഴേ എനിക്കിതൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്, ലാലിനും തോന്നിയിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്ത് മറ്റേ സരിനും തോന്നിയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ലാൽകുമാറിനും തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യം. അത് മുമ്പേ തോന്നിയിട്ടുണ്ട്, ഇപ്പോഴല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കൊല്ലം MLA-ക്കെതിരെ കുറ്റപത്രം കോടതിയിലുണ്ട്. ഞാനൊരു കാര്യം പറയുമ്പോൾ ഡോക്ടർ ലാലെ, അത് പൂർണ്ണമാക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും കേട്ടോ. അത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാനിത് പറയാൻ പറ്റാത്ത കാര്യം ലാല് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് ഒരു മറുവാദം കൊണ്ടുവരുന്നത്, കോൺഗ്രസ് UDF ഒരു മറുവാദം കൊണ്ടുവരുന്നത് CPM MLA-മാർക്കെതിരെയുള്ള സമാന കേസുകളാണ്. അതങ്ങനെ ഞാൻ പറയാറില്ല, പക്ഷേ എന്നെ കൊണ്ട് ഇപ്പോൾ ലാൽ പറയിപ്പിക്കുകയാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ ഞാൻ CPM MLA-മാരുടെ ഉദാഹരണം പറയണം. കുറ്റപത്രം കൊടുത്തൊരു MLA CPM-ലുണ്ട്. അദ്ദേഹം ഇപ്പോഴും മറ്റേ പാർട്ടിയുടെ MLA ആണ്. അദ്ദേഹത്തെ സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ നിന്ന് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ എന്ന്. അദ്ദേഹം കോടതി കേസ് വരട്ടെ, കോടതി തീരുമാനിക്കട്ടെ എന്നാണ് താങ്കൾ പറഞ്ഞത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതിവിടെ FIR ഉള്ള കാര്യമാണ്. നമ്മളൊരു കമ്മീഷൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ചിലരൊക്കെ വന്ന് പരാതി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അന്നത്തെ സമയത്തും. ഞാൻ അതിനെ എതിർക്കാൻ പോകുന്നില്ല, താങ്കൾ അത് സൂചിപ്പിച്ചു. പക്ഷേ അതിനകത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ആ ഗർഭത്തിന് ഉത്തരവാദി ആകാൻ മടിച്ചിട്ട് അത് ഗർഭഛിദ്രം നടത്താൻ വേണ്ടി ഭീഷണിപ്പെടുത്തി വഴികൾ ഉണ്ടാക്കി കൊടുത്ത് അതുവഴി അവരുടെ ജീവനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളെ കൊല്ലും എന്ന് സൂചിപ്പിച്ച് നേരിട്ടോ അല്ലാതെയോ സൂചിപ്പിക്കുന്നത് നമ്മൾ കണ്ടോ? അത് ആദ്യത്തെ കാഴ്ചയാണ് സാർ. ഇതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണോ താങ്കളെപ്പോലെ ഒരാൾ മുകേഷ് MLA-യുടെ കാര്യവും മറ്റ് വിൻസെൻറ്റിൻ്റെ കാര്യവും പോലും, വിൻസെൻറ്റും എൽദോസ് കുന്നപ്പള്ളിയും ഒക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ പോലും പറയുന്നത്? ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് വെച്ചാണ് ബാർഗെയിൻ ചെയ്യുന്നത്. എൽദോസിൻ്റെയും വിൻസെൻറ്റിൻ്റെയും പേര് പറഞ്ഞാണ് ഇന്നത്തെ ദിവസം കോൺഗ്രസ് പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്.
നോക്കൂ, എം വിൻസെൻ്റ് ഈ ആരോപണം വന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചിപ്പോൾ MLA. എൻ്റെ ഡോക്ടർ ലാലെ, നമ്മൾ ഈ പഴങ്കഥകൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ രാഷ്ട്രീയമായി ഈ സംസാരം മാറിപ്പോയി. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിലേക്കാണ് ലാലിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കാരണം ഞാൻ ഈ വക കാര്യങ്ങളൊന്നും അങ്ങനെ ചാനൽ ചുറ്റേ പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ എന്താണ്, നിങ്ങൾ ഇന്ന് ഇത് കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ തലവായം തന്നെ കോഴിപ്പോരെന്നാണ്. നോക്കൂ, ഇത് കോഴിപ്പോരല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. CPM ചാനൽ സുഹൃത്തെ, CPMൻ്റെ ചാനലിനോട് ഞാൻ പറയുകയാണ്, ഇത് കോഴിപ്പോരല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ സ്ത്രീകളെ കൊച്ചാക്കി കാണുകയാണോ കോഴിപ്പോരെന്ന് പറഞ്ഞിട്ട്? ഇത് ഗൗരവമുള്ള വിഷയമാണ്. ആ ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടി മാറ്റിയത്. അത് മനസ്സിലാക്കൂ. സ്ത്രീകളെ അപമാനിക്കുന്ന പ്രസിഡന്റ് ആയത് തന്നെ നാട്ടുകാർ അംഗീകരിച്ചിട്ടില്ല. അതിനകത്ത് വ്യാജ ID കാർഡും മറ്റതൊക്കെ ഉണ്ടാക്കിയ രജനീകാന്തും അജിത്തും ഒക്കെ കൂടെ വോട്ട് ചെയ്തുണ്ടാക്കിയ ഒരു പദവിയാണ് ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്നത്. എന്നിട്ട് അതവിടെ നിന്നോട്ടെ, ആ ജനാധിപത്യം നിങ്ങളൊക്കെ അംഗീകരിച്ചോളൂ. പക്ഷേ എന്നിട്ട് അതിൽ നിന്ന് പുറത്താക്കിയത് ആർക്ക് നഷ്ടം, ആർക്ക് ഛേദം? ഇപ്പോൾ സരിൻ പറഞ്ഞതുപോലെ പാലക്കാട്ടെ ജനത അനുഭവിക്കണം. അവിടെയുള്ള ആളുകൾക്ക് MLA കാണണമെങ്കിൽ പത്തനംതിട്ട വരെ, അടൂർ വരെ ബസ് പിടിച്ച് വരണം എല്ലാ ദിവസവും. അദ്ദേഹത്തിന് വീട്ടിന് പുറത്തിറങ്ങില്ല. അവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? ഈ MLA എന്ത് ചെയ്യാണ്? ഡോക്ടർ ലാലെ, ഞാൻ പറയുന്നത് പൂർണ്ണമാക്കാതെ നിങ്ങൾ അതിനിടെ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. ഞാൻ പറയട്ടെ, അതായത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ഒരു UDF MLA, ഒരു കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന MLA നടത്തിയ ഫോൺ വിളികളും ചാറ്റുകളും അതുപോലെ ശബ്ദരേഖകളുമാണ്. അത് ഒരു ചാറ്റാണെങ്കിലും 1000 ചാറ്റാണെങ്കിലും ഒരു ശബ്ദരേഖയാണെങ്കിലും 100 ശബ്ദരേഖയാണെങ്കിലും ഒരേപോലെ കാണുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ സമാനമായ കുറ്റകൃത്യം ചെയ്ത മറ്റുള്ളവരെയും തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഈ രണ്ടുപേരും, എൻ്റെ ഒപ്പമുള്ള 2 പാനലിസ്റ്റുകളും. അവർ CPM ആയിക്കോട്ടെ, അതൊരു വിഷയമുള്ള കാര്യമല്ല. അവരുടേതായ ഭാഷയിൽ അതും വിവരിച്ചിട്ടുണ്ട്. ആ നല്ല രാഷ്ട്രീയമാണ് ഞാൻ സംസാരിക്കുന്നത്. ലളിതമായി കാര്യങ്ങളെ താങ്കൾ ചുരുക്കരുത്. ഞാൻ അത്രയും മാത്രമല്ല പറയുന്നത്.